ഹലോ മിഗോസ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ദിവസമായിട്ട് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കണു. അധ്യയന വർഷത്തിലേക്ക് കിടക്കുകയാണ്, ന്യൂ അക്കാഡമിക് ഇയറിലേക്ക് എല്ലാവരും കടന്നേക്കാണ്. അപ്പോൾ കുറച്ച് ടിപ്സ്, അതായത് പഠിത്തം കുറച്ചും കൂടി എളുപ്പമാക്കാനും അതേപോലെ തന്നെ പാരൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ സംഭവം നോക്കിയാലോ. അപ്പോൾ വലിയ ക്ലാസ്സിലേക്കൊക്കെ ആയ പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. ഇപ്പോൾ 10ലേക്ക് അല്ലെങ്കിൽ +2ലേക്ക് പോട്ടെ, ഒരു LKGയിലേക്ക് കടന്ന കൊച്ചിനാണെങ്കിലും പുതിയൊരു ലോകത്തേക്ക് ചെല്ലുമ്പോൾ അവനാണെങ്കിലും ആ കുട്ടിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അവൻ പഠിക്കുന്ന രീതി ശരിയാണോ, ഇൻ കേസ് ഒരു ഹയർ സെക്കൻഡറി ലെവലൊക്കെ എത്തുമ്പോഴത്തേനും നമ്മുടെ പഠന രീതി ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചിട്ടും നമുക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല, അല്ലെങ്കിൽ കുറേ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ആൾ വിചാരിക്കുന്നത്ര മാർക്കിലേക്ക് അയാൾക്ക് എത്താൻ പറ്റണില്ല. അപ്പോൾ നമുക്ക് പഠിത്തം കുറച്ചും കൂടി എങ്ങനെ നമുക്ക് ഈസി ആക്കാൻ പറ്റും, പഠിത്തം കുറച്ചും കൂടി എളുപ്പമാക്കാനായിട്ട് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് വൺ, ഒരു സമയം, അതായത് നമ്മൾ പഠിക്കണേന് ഒരു സമയക്രമം പാലിക്കുക. എല്ലാ ദിവസവും നമ്മൾ സ്കൂൾ വിട്ട് വന്ന് ഭയങ്കരമായിട്ട് ടയേർഡായി കഴിഞ്ഞ് നേരെ കുളിച്ച് പഠിക്കാൻ ഒരു കാരണവശാലും ഇരിക്കരുത്. കാരണം നമ്മുടെ മൈൻഡ് മൊത്തം സ്ട്രെസ്സായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് പുറത്ത് കുറച്ച് നേരം കളിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം ചെടി നനയ്ക്കുകയോ, അങ്ങനെ നമ്മുടേതായ രീതിയിൽ നമുക്ക് എന്താണോ ആ സമയത്ത് താല്പര്യം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മുടെ മൈൻഡൊക്കെ നല്ല റിഫ്രഷ് ആക്കി കഴിഞ്ഞ് ഒന്ന് മേലൊക്കെ കഴുകി ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് അവരെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ നല്ല ഫ്രഷ് മൈൻഡോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറും കേട്ടോ. പിന്നെ വന്ന കാര്യം, നമ്മളിപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് വായിച്ചു നോക്കി ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഞാൻ ഇന്ന് പഠിച്ചതാണ് അപ്പോൾ എനിക്ക് ഓക്കെ ആണ്, എനിക്ക് എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒന്ന് രാവിലെ നോക്കിയാൽ മതി എന്ന് ആരും വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാ ദിവസവും ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിലൊന്ന് ഓക്കെ ആക്കി എടുക്കാം. പിന്നെ വന്നത്, നമ്മളെല്ലാ പിള്ളേരും ഒരേപോലെ കഴിവുള്ളവരായിരിക്കില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വേറൊരു കുട്ടിക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവില്ല. എല്ലാ പിള്ളേരുടെയും മൈൻഡ് പല രീതിയിലാണ്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യണ പിള്ളേരുണ്ടാവും, അതേ പോയിന്റ് തന്നെ കുറച്ച് ടൈം എടുത്ത് മനസ്സിലാക്കണവരുണ്ടാവും. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യും. അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഒരാൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം വേറൊരാളിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ എക്സാമിൻ്റെ സമയത്താണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സായിട്ട് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാറില്ലേ, ഇന്ന ടോപ്പിക്ക് എനിക്ക് അറിയില്ലടാ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറയുമ്പോൾ എന്താ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്ത് പഠിക്കുക, അതാകുമ്പോൾ നമുക്ക് പോയിന്റ്സൊക്കെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. എന്നത് നമ്മുടെ ആരോഗ്യം, അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യം. നമ്മൾ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഭയങ്കര ഒരു ബുജ്ജിയായി നിന്ന് കഴിഞ്ഞാൽ എന്താ, നമുക്ക് എപ്പോഴും സത്യം പറഞ്ഞാൽ പഠിക്കും പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ടായിരിക്കില്ല പഠിക്കണേ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒരു അരമണിക്കൂറൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേനും അത്യാവശ്യം ഫുള്ളാവും. അതായത് നമുക്ക് അരമണിക്കൂർ നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമെങ്കിലും നമ്മുടെ ചിന്ത പല സൈഡിലേക്കായിരിക്കും. അപ്പോൾ വീട്ടുകാർ നോക്കുമ്പോൾ എന്താ, ആളൊരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ടത്, പക്ഷെ വല്ല കാര്യമുണ്ടോ? അങ്ങനെ പഠിക്കാൻ പറ്റുന്ന പിള്ളേരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത് പഠിച്ചില്ലെങ്കിൽ മൊത്തം കിളിയൊക്കെ ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പഠിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഗ്യാപ്പ് എടുക്കുക. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയി പോകരുത്, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അത് എന്താ, TV കാണാനോ ഫോൺ നോക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല, നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, അങ്ങനെ പല കാര്യങ്ങൾ. നമ്മളപ്പോൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, നമ്മുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യണ കാര്യങ്ങൾ. അത് പലർക്കും പല ടൈപ്പ് ആയിരിക്കും. ചിലർക്ക് യോഗ ചെയ്യുമ്പോഴായിരിക്കും, ഡാൻസേഴ്സ് ആണെങ്കിൽ ഡാൻസ് കളിക്കുമ്പോൾ, പാട്ട് പറഞ്ഞ പിള്ളേരാണെങ്കിൽ 2 പാട്ടൊക്കെ റൂമിലിരുന്ന് പാടുമ്പോൾ നമുക്ക് നല്ല ഹാപ്പി ആവും, നമുക്ക് മൈൻഡൊക്കെ നല്ല കൂളായി, നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും പുതിയ ഒരു തുടക്കത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ സബ്ജക്റ്റ് പഠിക്കാനായിട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് നേരം ഒരു ബ്രേക്ക് എടുക്കുക, എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് തിന്നാനോ. എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് പഠിക്കുന്നതിനിടയിൽ ഭയങ്കര വിശപ്പാണ്. ഒന്ന് വയറൊക്കെ ഫില്ലായി കഴിഞ്ഞ് പിന്നെ പഠിക്കാനിരുന്നാൽ പെട്ടെന്ന് തലേക്ക്, അതേസമയം വിശന്നിരുന്ന് എത്ര പഠിച്ചാലും ഒരു രക്ഷ. അപ്പോൾ ഇന്നത്തെ ഈ ന്യൂജൻ വേൾഡിനകത്ത് നമുക്ക് പെട്ടെന്നൊരു ഡൗട്ട് വന്നാൽ നമുക്ക് വേറെ ആരോടും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ആ ഒരു വിരലുകൾ, അതായത് സ്മാർട്ട് ഫോൺ എല്ലാവരുടെയും കയ്യിൽ തന്നെ ഉണ്ടാവും. നമുക്ക് എല്ലാ കുട്ടികൾക്കും ഒരു തന്നെ ഒട്ടുമിക്ക പാരൻസിനും ഇപ്പം ഉണ്ട്. അപ്പോൾ നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ നമുക്ക് ആൻസേഴ്സ് ഒരുപാടുണ്ട്. വേറൊരാളെ ബുദ്ധിമുട്ടിക്കേണ്ട, നമുക്ക് വേറൊരു ആളെ ആശ്രയിക്കേണ്ടി വരില്ല. അപ്പോൾ ടെക്നോളജീസിന് എന്താ പറയുക, ഒരു നാണയം പോലെ നല്ല വശവുമുണ്ട് ചീത്ത വശവുമുണ്ട്. അപ്പോൾ എല്ലാ പിള്ളേരും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും അതിൻ്റെ നല്ല സൈഡ് മാത്രം ചിന്തിക്കുക. നമുക്ക് എന്തോരം യൂസ്ഫുൾ ആണോ അത് അതേ രീതിയിൽ തന്നെ യൂസ് ചെയ്ത് നമുക്ക് എന്താണോ ആവശ്യം അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഡൗട്ട്, നമ്മുടെ അക്കാഡമിക്സിൽ നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ
തീർച്ചയായിട്ടും നമുക്ക് ടെക്നോളജീൻ്റെ ഇൻട്രൊഡ്യൂസ് പറഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഹെൽപ്ഫുള്ളായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ചെറിയ ചെറിയ ടിപ്സ് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കൂട്ടുകാർ മാത്രം വിചാരിച്ചാൽ നമ്മുടെ പഠിത്തം നല്ല രീതിയിൽ നടക്കുമോ? ഇല്ല അല്ലേ? അതിന് നമ്മൾ പാരൻസും കൂടി വിചാരിക്കണം. അപ്പോൾ നമ്മുടെ പാരൻസ് ആണ് അവരുടെ മെയിൻ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയേണ്ടത്. നമ്മൾ ഓരോ പാരൻസിൻ്റെയും മെയിൻ ഉത്തരവാദിത്തം എന്താ? നമ്മുടെ പിള്ളേർക്ക് പഠിക്കാനുള്ള നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കുക. വീട്ടിൽ ഒച്ചപ്പാടും ബഹളമായിട്ട് നമ്മുടെ മക്കളോട് ഇരുന്ന് പഠിക്കട എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സമാധാനമായിട്ട് പഠിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ കുറേ കുട്ടികൾ 10 കഴിഞ്ഞ് +1 ജോയിൻ ചെയ്യണ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവരുടെ താല്പര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാണ്ട് നീ പഠിക്കണം, ഇത് പഠിക്കണം, നീ പഠിച്ച് വലിയ ആളായി ഇന്ന ആളാവണം, അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒത്ത് നമ്മൾ കൂടെ നിൽക്കുക. അപ്പോൾ എന്തായാലും ഒരു വലിയ ഉയർച്ചകളിലെത്തും. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടം അവരിൽ അടിച്ചേൽപ്പിക്കാൻ നിന്നാൽ ചിലപ്പോൾ അവർ സക്സസ് ആവണമെന്നില്ല. കഷ്ടപ്പെട്ട് പഠിച്ചാലും അവർക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കണല്ലേ കുറച്ചും കൂടി നല്ലത്. പിന്നെ എനിക്ക് പാരൻസിനോട് പറയാനായിട്ടുള്ളത്, നമ്മളെ കുട്ടികളെ ടീച്ചേഴ്സായിട്ടൊരു കണക്ഷൻ എപ്പോഴും വെച്ചേക്കുക. അതായത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പഠിക്കാത്ത കുട്ടിയാണെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യം അവൻ്റെ സ്കൂളിൽ പോയി അവൻ എങ്ങനെയാണ്, ഏത് ലെവൽ വരെ എത്തി എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അല്ലാണ്ട് രാവിലെ സ്കൂളിൽ വിട്ടു, വൈകുന്നേരം സ്കൂളിൽ വിട്ടു വന്നു പഠിക്കുക, അല്ലാണ്ട് അവൻ എവിടം വരെ എത്തി, അവൻ്റെ ലെവൽ എവിടെയാണ് നമ്മൾ തീർച്ചയായിട്ടും ടീച്ചേഴ്സായിട്ട് അന്വേഷിക്കുക. ഒരു കോണ്ടാക്റ്റ് എപ്പോഴും നമ്മൾ അവരുടെ ടീച്ചേഴ്സായിട്ട് വയ്ക്കുക. പിന്നെ നമ്മുടെ കുട്ടികളുടെ പഠിത്തം മാത്രം നോക്കണ്ട, അവരുടെ ഓരോ ചെറിയ കാര്യങ്ങളിലും അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുക. അവർക്കിപ്പോൾ പരീക്ഷയ്ക്ക് മൊത്തം ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല, പക്ഷേ ഒരു പാസ്സായിക്കോട്ടെ, അവരെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുക. നിനക്ക് ഇതിനേക്കാളും കൂടുതൽ പഠിക്കാൻ പറ്റും, നിന്നെക്കൊണ്ട് സാധിക്കും, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അല്ലാണ്ട് ഇത്രയും പഠിച്ചിട്ട് നിനക്ക് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ, അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് ഇത്ര മാർക്കുണ്ട്, ഒരു കാരണവശാലും നമ്മുടെ കുട്ടി വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ഓരോ പിള്ളേരും ഓരോ വ്യത്യസ്ത രീതികളിലുള്ളവരാണ്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത് ആരാ? മാതാപിതാക്കളായ നമ്മൾ തന്നെയല്ലേ. പഠിത്തം ഒരു കളിയല്ലാന്നും എന്നാൽ അതൊരു മത്സരമല്ലാന്നും നമ്മൾ വേണം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ. തമാശ കളിച്ച് നടന്നാൽ ഈ കാലത്ത് എവിടെയും എത്താൻ പോകില്ല. എന്നാൽ മത്സര ബുദ്ധിയോടുകൂടി പഠിച്ചാലോ? ഒരാളുടെ വിജയത്തിൽ കുശുമ്പ് കയറിയിട്ട് കാര്യമില്ല, നമ്മൾ അവരുടെ വിജയത്തിലും സന്തോഷിക്കണം. അങ്ങനെ നന്മയുള്ള പിള്ളേർക്ക് മാത്രമല്ലേ അത് ചിന്തിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അത് കിട്ടണമെന്ന് ആരുടെ കയ്യിൽ നിന്നാണ്? നമ്മൾ ഓരോ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നാണ് ആ ഒരു കഴിവ് നമ്മുടെ പിള്ളേർക്ക് കിട്ടണത്. മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാനായിട്ടുള്ളൊരു മനസ്സ് നമ്മുടെ കുട്ടികളിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് പാരൻസിനോട് വേറെ ഒന്നല്ല, നമ്മുടെ കുട്ടികൾക്ക് ടൈം കൊടുക്കുക അവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ. അല്ലാണ്ട് നമ്മൾ ജോലി ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാണ്ട് അവരെ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഒരു 10 മിനിറ്റ് പോലും സംസാരിക്കാണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അവരുടെ സ്കൂളിലെ വിശേഷങ്ങളും അവരുടെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ നമ്മൾ ചെവി കൊടുക്കുക. അതായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ഒരു വർഷം എല്ലാ കൂട്ടുകാർക്കും അവരാഗ്രഹിക്കുന്ന പോലെ പഠിച്ച് ഒരു ലെവലിലെത്താൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇഷ്ടപ്പെട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.